സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായി അവതരിച്ചിടിനാലവനിയിൽ. ചടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുട ജാങ്കണെ വന്നു നിന്നിതു ദശാസ്യൻ. ഭിക്ഷുവേഷത്തെ പൂണ്ടരക്ഷോനാഥനെ കണ്ടു തക്ഷണമായ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരം ഇരുന്നിടുക തപോനിധേ. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും. ക്ഷുത്രിടാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരമായ ദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീ ആരമലേ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും. നിഷ്ഠുരജാതികള രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീ ഒരു നാരീമണിതാനെ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി. തന്നോടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയത് കേട്ടു ഉര ചെയ്തിടിനാൽ. മേദിനീപതി വരനാമയോധ്യാധിപതി വാട്ടമില്ലാത ദശരഥന നൃപാധിപജ്യേഷ്ഠ നന്ദനായ രാമൻ അത്ഭുത വീര്യൻ. തന്നോടെ ധർമ്മഭഗ്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും വിദുരാജ്ഞയാ തപസ്സിനായി വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നെ. 14 ആണ്ട് കഴിവോളവും വേണം താനും അതിന് പാർത്തിയിടുന്നു സത്യം എന്നറിഞ്ഞാലും. നിൻ തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനെ പഞ്ചബാണാധിവാസേ. പൗലസ്ത്യതനേനാം രാക്ഷസ രാജാവ് ഞാൻ. ത്രൈലോക്യത്തിങ്കലെന്നെ ആരറിയാതെയുള്ളു നിർമ്മലേ. കാമവരിതത്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം. അതിന്നു നീ പോരണമായി മയാ സാകം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായി എന്തവ ലോകസുന്ദരീനാഥേ. താപസവേഷം പൂണ്ട രാമനാനന്ദു ഫലം. താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേവം കേട്ട അതിഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ട് ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോൾ. ഏവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടുമോ ഹരിഭഗ്നേ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴ്വാനുള്ള കാരണം ഇത് നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നെ രൂപം നേരെ കാട്ടിനാൻ. മഹാഗിരി സന്നിഭം ദശാനനം 20 മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരം ഉള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാർ.
രാഘവ പത്നിയെയും തേരിൽ എടുത്തു വച്ച് ആകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസ്യനും. രാഘവ രാമ സൗമിത്രേ കാരുണ്യാധേ മൽ പ്രാണേശ്വര പാഹി മാം ഭയാതുരാ. ഇത്തരം സീതാവിലാപം കേട്ട് പക്ഷീന്ദ്രനാം സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ഠതിഷ്ഠാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ട് ഇവിടേക്ക് പോകുന്നു മൂഢാത്മാവേ. അദ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോട് ഗൃധ്രരാജനും ഒരു പത്രവാനായുള്ളൊരു ഗൃധ്രരാജനെ പോലെ ബദ്ധവൈരത്തോട് അതിക്രുദ്ധനായ അഗ്രേ ചെന്ന് യുദ്ധവും തുടങ്ങിനാൻ. അധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിത് ആദ്രികളിളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു. വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസ പ്രബലനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിയതെന്നാത്തിവുണ്ടുഴന്നൊരു രാത്രി ചാരീന്ദ്രൻ. അപ്പോൾ ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കില് ഗുദരം പക്ഷിനായകനുടെ വക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെയും കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റുന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർത്ത് വിറ്റിറ്റു വീണേടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാൽ ജാനകി ദേവിതാൻ ഭർത്താവ് തന്നെ കണ്ട വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞ് ഉത്തമനായ നിന്റെ ജീവനും പോകായിക എന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി. പൃഥ്വീമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൽ അയ്യോ രാഘവ ജഗന്നായക ദയാനിധേ നീ എന്നെ ഉപേക്ഷിച്ചതെന്തു കാരണം നാഥ. രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു. രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരിശം ചെന്നേനല്ലോ. രക്ഷിച്ചു കൊള്ളണമേ ദേവര ദയാനിധേ. രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ. ഭൂമി ദേവിയും എന്നെ വെടിഞ്ഞാളിരുവാനും പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ. കൗണപാധിപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുന്നേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളണമേ. സത്വചേതസ മഹാസത്വവാരിധേനാഥ ഇത്തരം ലഭിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ. നത്തഞ്ചരം ചിത്തവേഗേന നടന്നിടിയാൻ അതു നേരം പൃഥ്വീപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ച ബാലരന്മാർ വിദ്രുത വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരിയാർദ്ധ കണ്ഠം കൊണ്ട് കണ്ണി ബന്ധിച്ച് രാമഭദ്രന് കാൺമാൻ യോഗം വരികെന്ന് അകതാരിൽ സ്മൃത്വാ കീഴ്പോട്ട് നിക്ഷേപിച്ചിതു സീതാദേവി. മത്തനാം നക്കഞ്ചരൻ അറിഞ്ഞിലിതും അപ്പോൾ അധികമുത്തീയതൻ പത്തനംഗത്വാദൂർണം ശുദ്ധാന്തമധ്യേ
മഹാശോകാനനദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതരുമൂലെ ഹൃദ്യമാരായ നിജ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊൽകെന്നുറപ്പിച്ചു. തൻ്റെ വസ്ത്രമുൾപ്പൊക്കോ വസിച്ചിടിനാൻ ദശാനനം. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യമാശ്രിത്യ വസിച്ചിടിനാളതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി പത്രവും കുമ്പിട്ട് സന്തപ്തമാം ചിത്തത്തോട് രാമരാമേരി ജവധ്യാനിഷ്ഠയ ബഹുയാമിനി ചരകുലനാരികളുടെ മധ്യേ നീഹാരശീതാതവവാദപീഠയും സഹിച്ച് ആഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചിതു ആതങ്കം ഉൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.